അതിരാവിലെ തൃപ്രയാർ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ്. പെട്ടെന്നെടുത്തൊരു തീരുമാനമായിരുന്നു തൃപ്രയാർ പോകണമെന്നുള്ളത്. തൃപ്രയാർ ക്ഷേത്രത്തിനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും പോവാൻ ഇപ്പോഴാണ് സമയമായതെന്ന് തോന്നുന്നു. റോഡ് പണിയെല്ലാം കഴിഞ്ഞതുകൊണ്ട് തൃശ്ശൂരിലേക്കുള്ള യാത്ര ഇത്തവണ വളരെ ഈസി ആയിട്ടാണ് ഫീൽ ചെയ്തത്. കേരളത്തിലെ പ്രസിദ്ധവും പുരാതനവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. നാലമ്പലങ്ങളിൽ ഏറ്റവും പ്രസിദ്ധിയാർജിച്ച ക്ഷേത്രം കൂടിയാണ് തൃശ്ശൂർ ജില്ലയിലുള്ള തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. നാലമ്പല ദർശനത്തിന് ആദ്യം പോകുന്നത് തൃപ്രയാറാണ്. തുടർന്ന് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ഭരതക്ഷേത്രം, മൂഴിക്കുളത്തെ ലക്ഷ്മണക്ഷേത്രം, പയമ്മൽ ശത്രുഘ്ന ക്ഷേത്രം സന്ദർശിച്ച് യാത്ര അവസാനിപ്പിക്കുന്നു. തൃപ്രയാർ എന്ന ഈ സ്ഥലനാമത്തിനൊരു ഐതിഹ്യമുണ്ട്. വാമനാവതാരം കൈക്കൊണ്ട മഹാവിഷ്ണു വിശ്വരൂപത്തിലേക്ക് വളർന്നപ്പോൾ ഭഗവാന്റെ ഒരു പാദം സത്യലോകത്തിലെത്തി. അത് കണ്ട് ബ്രഹ്മാവ് തൻ്റെ കമണ്ഡലുവിലെ തീർത്ഥത്താൽ പാദത്തിൽ അഭിഷേകം നടത്തി. ആ തീർത്ഥം ഒഴുകി ഭൂമിയിലും വീണു. തിരുപാദം കഴുകിയ ജലം ആറായപ്പോൾ അത് തിരുപാതയാറും ലോപിച്ച് തൃപ്രയാറുമായെന്നാണ് വിശ്വാസം. തൃപ്രയാറപ്പന് അഭിഷേകത്തിനായി വരുണൻ കൊടുത്തയച്ച തീർത്ഥവുമായി എത്തിയ ഗംഗാനദി അഭിഷേകത്തിന് ശേഷം തിരികെ പോകാതെ ഭഗവാനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയം ദർശനത്തിനായി വന്ന ഭക്തർക്ക് ക്ഷേത്രത്തിലെത്താൻ വഴിയില്ലാതായി. അപ്പോൾ ഭഗവാൻ നദിയുടെ ഗതി തിരിച്ചുവിടുകയും അങ്ങനെ തിരിച്ചുവിട്ട ആറ് എന്ന അർത്ഥത്തിൽ തിരുപ്പുറൈ ആറ് എന്ന് വിശേഷിപ്പിക്കുകയും അത് പിന്നീട് തൃപ്രയാറായി മാറുകയും ചെയ്തു എന്നും ഐതിഹ്യമുണ്ട്. തൃപ്രയാർ അപ്പൻ എന്നും തൃപ്രയാർ തേവർ എന്നും അറിയപ്പെടുന്ന 6 അടിയുള്ള പ്രധാന പ്രതിഷ്ഠയ്ക്ക് മറ്റു ശ്രീരാമ വിഗ്രഹങ്ങളിൽ നിന്നും വ്യത്യാസങ്ങളുമുണ്ട്. തൃപ്രയാർ തേവരുടെ രൂപം ചതുർഭുജ വിഷ്ണുവിനെ അനുസ്മരിപ്പിക്കുന്നതാണ്. 4 കൈകളിൽ ഒന്നിൽ ശംഖും മറ്റൊന്നിൽ സുദർശനവും മൂന്നാമത്തേതിൽ വില്ലും ഇനിയുള്ളതിൽ ഒരു മാലയും കാണാനാവും. കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ കരയിലാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മര്യാദ പുരുഷോത്തമൻ ശ്രീരാമനെ ഉഗ്രഭാവത്തിലൂടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ലക്ഷ്മി ദേവിയെയും ഭൂമിദേവിയെയും ഭഗവാന്റെ 2 ഭാഗത്തുമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നുണ്ട്. ഗണപതി, പരമശിവൻ, ധർമ്മശാസ്താവ്, ഹനുമാൻ, ചാത്തൻ, ഗോശാല കൃഷ്ണൻ എന്നിവരാണ് ഈ ക്ഷേത്രത്തിലെ ഉപദേവതകൾ. കരുവന്നൂർ പുഴയിലെ മീനുകൾക്ക് മീനൂട്ട് നടത്തുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. ക്ഷേത്രത്തിന് മുൻപിലൂടെ ഒഴുകുന്ന പുരയാറിലെ മത്സ്യങ്ങളെ ഊട്ടാനുള്ള ഈ വഴിപാട് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. ഈ മത്സ്യങ്ങൾ തേവർക്ക് പ്രിയപ്പെട്ടവരാണെന്നും അവരെ ഊട്ടുന്നത് വഴി തേവരെ പ്രീതിപ്പെടുത്താനാവുമെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ് കദീനവെടി. സീതാന്വേഷണത്തിന് ശേഷമുള്ള ഹനുമാന്റെ വരവിന്റെ ആഘോഷത്തെ അനുസ്മരിക്കാനാണ് കദീനവെടി വഴിപാട്. ഈ വഴിപാട് തടസ്സങ്ങൾ മാറ്റാനും സഹായകമാവുമെന്നാണ് വിശ്വാസം. പല കാരണങ്ങൾ കൊണ്ട് വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഈ യാത്ര സമ്മാനിച്ചത്.